നമസ്കാരം, ആസാദി വാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ. കുഞ്ഞു മരിച്ച വിവരം മറച്ചുവെച്ചു, രക്ഷിതാക്കളെ ആംബുലൻസിൽ കയറ്റിയില്ല. കോൺഗ്രസ് നേതാവിന്റെ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഗുരുതര പരാതി. കോഴിക്കോട് വലിയങ്ങാടിയിൽ കോൺഗ്രസ് ലാബ് തകർന്ന് വീണ് അപകടം, 3 മരണം. വയനാട് മാതൃക ടൗൺഷിപ്പ് ഉദ്ഘാടനം മാർച്ച് 1-ന്. കണ്ണൂർ സെൻട്രൽ ജയിലിന് ചരിത്ര നേട്ടം, ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ കാർബൺ ജയിൽ. ലൈഫ് മിഷൻ കണ്ണൂർ ജില്ലയിൽ 23,372 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ആയുർവേദ ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബുധനാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് സമാപനം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 2.5 വയസ്സുള്ള കുഞ്ഞ് മരിച്ചതിൽ ഗുരുതര പരാതിയുമായി ബന്ധുക്കൾ. ആര്യനാട് പുനലാൽ ചക്കിപ്പാറ ഷാനിമ മനസ്സിൽ സിദ്ദീഖ് ഫൈസൽ ദമ്പതികളുടെ മകൾ 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമയാണ് ഞായറാഴ്ച മരിച്ചത്. ബുധൻ പകൽ 2 കുഞ്ഞിന് തളർച്ചയും ശ്വാസതടസ്സവും കൺപോളയിൽ തടിപ്പുമുണ്ടായപ്പോൾ ആര്യനാട് സർക്കാർ ആശുപത്രിയിലും പിറ്റേന്ന് പനിയും തളർച്ചയും ഉണ്ടായപ്പോൾ കാട്ടാക്കട മൽ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. കൺപോളയിലെ തടിപ്പിന് വെള്ളിയാഴ്ച കാട്ടാക്കട ശ്രീനേത്ര ആശുപത്രിയിലും എത്തി. ഞായർ പകൽ 11 വീണ്ടും തളർച്ചയും ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മൽ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ ടെസ്റ്റ് ഡോസ് നൽകാതെ കുഞ്ഞിന് കുത്തിവയ്പ് എടുത്തെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആദ്യ കുത്തിവയ്പ്പിന് ശേഷം കുഞ്ഞിന്റെ വായ ഒരു വശത്തേക്ക് കൂടുകയും ശ്വാസം മുട്ടൽ കൂടുകയും ചെയ്തു. രണ്ടാമത്തെ കുത്തിവയ്പോടെ കുഞ്ഞ് ബോധരഹിതയായി. ഗുരുതരമായിട്ടും മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് റഫർ ചെയ്യാതെ വൈകിപ്പിച്ചു. പിന്നീട് ആശുപത്രി അധികൃതർ ആംബുലൻസിൽ കുഞ്ഞിനെ നെയ്യാർ മെഡിസിറ്റിയിലേക്ക് മാറ്റി. ഒപ്പം വാഹനത്തിൽ കയറിയ രക്ഷിതാക്കളെ അധികൃതർ ഇറക്കി വിടുകയും ചെയ്തു. കുഞ്ഞ് മരിച്ച വിവരം തങ്ങളിൽ നിന്നും മറച്ചുവെച്ചുവെന്ന് കുടുംബം ആരോപിച്ചു. രക്ഷിതാക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് ആര്യനാട് പോലീസ് കേസെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, മെഡിക്കൽ അസോസിയേഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്നും കുടുംബം പറഞ്ഞു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റായ LV അജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിലാണ് മൽ. മുൻപും ഇവിടെ ചികിത്സാ പിഴവിൽ കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്ന് ആക്ഷേപമുണ്ട്. മുണ്ടക്കൈ മഹാദുരന്തത്തെ അതിജീവിച്ചവർക്ക് പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന വയനാട് മാതൃക ടൗൺഷിപ്പിന്റെ 1-ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 1-ന് ഫെബ്രുവരി 25-നായിരുന്നു നേരത്തെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള പട്ടയ വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ വൈകുന്നേരം 3:30-ന് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K രാജൻ അധ്യക്ഷത വഹിക്കും. വയനാടിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയും ഏജൻസികളുടെയും തൊഴിലാളികളുടെയും ഏകോപിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നത്. ആകെ 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളും വിഭാവനം ചെയ്തിട്ടുള്ള ടൗൺഷിപ്പിന്റെ 1-ാം ഘട്ടത്തിൽ 178 വീടുകളാണ് പൂർത്തിയായത്. ദുരന്തത്തിൽ പൂർണ്ണമായും വീട് നഷ്ടമായ കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ സാധിക്കും വിധം 1000 ചതുരശ്ര അടിയിൽ ഒറ്റനിലയിൽ പണിത കെട്ടിടങ്ങൾ ഭാവിയിൽ 2 നില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാന കിടപ്പുമുറി, 2 മുറികൾ, സീറ്റ് ഔട്ട്, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവ വീടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക സിനിമയുടെ കാഴ്ചകൾ തീർത്ത ആസ്വാദന ദിനങ്ങൾക്ക് തിരശ്ശീല വീണു. ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് സമാപനം. വ്യത്യസ്ത ഭാഷകൾ, സംസ്കാരങ്ങൾ, ചിന്തകൾ, കാഴ്ചപ്പാടുകൾ എന്നിവ അപപ്രാളികളിൽ വിസ്മയം തീർത്ത കാഴ്ചയുടെ ആസ്വാദന ദിനങ്ങൾക്ക് തിരശ്ശീല വീണു. 3-ാമത് ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് തളിപ്പറമ്പിൽ സമാപനം. ക്ലാസിക് തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ MV ഗോവിന്ദൻ മാസ്റ്റർ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ കേരളത്തെ നിലനിർത്തുക എന്നതാണ് കലാപ്രവർത്തനത്തിന്റെ ഉൾക്കരുത്തായി മാറ്റേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ ഡോക്ടർ റസൂൽ പൂക്കുറ്റി അധ്യക്ഷനായി. ക്ലാസിക് ആലിംഗിൽ പാരഡൈസ് തിയേറ്റർ ഉടമകൾക്കുള്ള ഉപഹാരങ്ങൾ MV ഗോവിന്ദൻ മാസ്റ്റർ MLA സമ്മാനിച്ചു. നടൻ ഇർഷാദ്, ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ, ജനറൽ കൗൺസിൽ അംഗങ്ങളായ സോഹൻ സീനുലാൽ,
യു ഗണേശൻ, സെക്രട്ടറി സി അജോയ്, സംഘാടക സമിതി കൺവീനർ ഷെറി ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു. മേളയിൽ ചൊവ്വാഴ്ച സമസ്ത ലോക ശേഷിപ്പ്, അന്യരുടെ ആകാശം, സെന്റിമെന്റൽ വാല്യൂ, വാട്സ്ആപ്പ് ഓൺ എ ടൈം ഇൻ ഗാസ, എ പോയറ്റ് തന്തപ്പേര് എന്നിവയാണ് പ്രദർശിപ്പിച്ചത്. സമാപന സമ്മേളനത്തിന് ശേഷം ഷോമികയുടെ സീസൺ 2 സ്ട്രേഞ്ചേഴ്സ് പ്രദർശിപ്പിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിന് ചരിത്ര നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ കാർബൺ ജയിൽ. തടവറകളുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും പരിസ്ഥിതി സൗഹൃദത്തിന്റെ പുതിയൊരു സന്ദേശം രാജ്യത്തിന് നൽകുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ കാർബൺ പദവി കൈവരിച്ച ജയിൽ എന്ന അഭിമാന നേട്ടം സംസ്ഥാനത്തിന് സ്വന്തമായി. കാർബൺ വികിരണം കുറയ്ക്കുന്നതിനൊപ്പം വിവിധ മാലിന്യ സംസ്കരണ പദ്ധതികളും നടപ്പിലാക്കിയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഈ മാതൃകാപരമായ നേട്ടം സ്വന്തമാക്കിയത്. ഹരിത കേരള മിഷൻ സംഘടിപ്പിച്ച ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നെറ്റ് സീറോ കാർബൺ പദവി നേടിയ കണ്ണൂർ സെൻട്രൽ ജയിലിന് പുരസ്കാരം സമ്മാനിച്ചു. കേന്ദ്ര സർക്കാർ 2070-ലും സംസ്ഥാന സർക്കാർ 2050-ലും നെറ്റ് സീറോ കാർബൺ പദവി നേടാനുള്ള ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നത്. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനത്തിലും പ്രകൃതി സംരക്ഷണത്തിലും സമഗ്രമായ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഹരിത കേരള മിഷനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനും ഈ നേട്ടം കൈവരിക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയായ ഹരിത സ്പർശമാണ് ജയിലിൽ ഇത്തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണത്തിന് വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. ഹരിത കേരള മിഷന്റെയും നവകേരള വർമ്മ പദ്ധതിയുടെയും സ്റ്റേറ്റ് കോർഡിനേറ്ററായ ഡോക്ടർ TN സീമ 2025 ജനുവരി 20-ന് ഉദ്ഘാടനം ചെയ്ത പരിശീലന പരിപാടികൾക്കും നിരന്തരമായ തുടർ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയിലുമാണ് ഈ നേട്ടം. വിധി നടപ്പിലാക്കുന്ന ഒരിടം എന്നതിലുപരി സമൂഹത്തിന് വലിയൊരു പാഠം നൽകുന്ന പരിസ്ഥിതി സൗഹൃദ കേന്ദ്രമായി കണ്ണൂർ സെൻട്രൽ ജയിൽ മാറിയിരിക്കുന്നു. ഭൂമിയുള്ളവർക്കും ഭൂരഹിതർക്കും സ്വപ്ന വീടുകൾ. ലൈഫ് മിഷൻ. കണ്ണൂർ ജില്ലയിൽ 23,372 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിൽ 2017 മുതൽ ഇതുവരെ കണ്ണൂർ ജില്ലയിൽ 23,372 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഇതുവരെ ആകെ 26,046 വീടുകൾ അനുവദിച്ചതിൽ ബാക്കി 2,674 വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇതിൽ ഭൂമിയുള്ള ഭവനരഹിതരും ഭൂരഹിതരും രഹിതരും ഉൾപ്പെടുന്നു. സംസ്ഥാനത്ത് 5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയാണ്. ജില്ലയിൽ ഭൂമിയുള്ള ഭവനരഹിതർക്ക് 24,317 പേർക്ക് വീടുകൾ അനുവദിച്ചതിൽ 21,955 പേർ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു. 2,362 പേരുടെ വീട് അന്തിമഘട്ടത്തിലാണ്. ഭൂരഹിത ഭവനരഹിതർക്ക് 1,729 പേർക്ക് വീട് അനുവദിച്ചതിൽ 1,417 പേർ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു. 312 പേരുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. കടമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ലൈഫ് ഭവന സമുച്ചയത്തിൽ ഭൂരഹിത ഭവനരഹിത ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട 44 പേർക്ക് ഫ്ളാറ്റ് അനുവദിച്ചു. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കെയർ ഹോം ഫ്ളാറ്റിൽ കുറുമാത്തൂർ, ആന്തൂർ, പരിയാരം, മയ്യിൽ എന്നീ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും 18 ഭൂരഹിത ഭവനരഹിതരെ പുനരധിവസിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 അപ്പാർട്ട്മെന്റുകളോടുകൂടിയ ഫ്ളാറ്റ് സമുച്ചയം എരമം, കുറ്റൂർ, പെരിങ്ങോം, വയക്കര, രാമന്തള്ളി, കരിവള്ളൂർ, പെരളം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ ഗുണഭോക്താക്കൾക്കും നൽകി. ജില്ലയിലെ ആകെ 81-ൽ 64 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരുടെ പട്ടികയിലെ അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഭവന നിർമ്മാണം ആനുകൂല്യം നൽകി. ശസ്ത്രക്രിയയിൽ അനാസ്ഥ, രോഗിക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവ്. വെരിക്കോസ് വെയിൻ ശസ്ത്രക്രിയയിൽ മെഡിക്കൽ അനാസ്ഥ കണ്ടെത്തിയതിനെ തുടർന്ന് രോഗിക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ലേസർ ചെയ്ത ഭാഗത്ത് രോഗിക്ക് അണുബാധയും ഗുരുതര ബുദ്ധിമുട്ടുകളും ഉണ്ടായ സംഭവത്തിലാണ് നടപടി. ഡോക്ടറും ബന്ധപ്പെട്ട ആശുപത്രികളും ചേർന്ന് 1 ലക്ഷം രൂപ ചികിത്സാ ചെലവിനും 2 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിനും 25,000 രൂപ കേസ് ചെലവിനും നൽകണം. 30 ദിവസത്തിനകം ഈ തുക നൽകിയില്ലെങ്കിൽ ഈ തുകയ്ക്ക് 9% പലിശ നൽകണം. 2023 ജൂൺ 15-ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർ വിവേക് റാം
KPS നടത്തിയ എൻഡോവിനസ് ലേസർ ചികിത്സയ്ക്കു ശേഷമാണ് രോഗിക്ക് പൊള്ളൽ പോലുള്ള ബ്ലിസ്റ്റർ, ഉയർന്ന ജ്വരം, അണുബാധ എന്നിവ ഉണ്ടായത്. തുടർന്ന് മറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. ഇൻഹോംഡ് കൺസെന്റ് രേഖയിൽ സാധ്യതയുള്ള പ്രശ്നങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലെന്നും പോസ്റ്റ് ഓപ്പറേറ്റീവ് പരിചരണം മതിയായിരുന്നില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. സമിതി പ്രസിഡന്റ് രവി സൂഷ, അംഗങ്ങളായ മോളിക്കുട്ടി മാത്യു, KP സജീഷ് എന്നിവരടങ്ങുന്ന കണ്ണൂർ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ബെഞ്ചാണ് നഷ്ടപരിഹാരത്തിന് ഉത്തരവിട്ടത്. ആയുർവേദ ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബുധനാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. രാജ്യത്തിന് മാതൃകയായ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി കണ്ണൂർ ജില്ലയിലെ കല്യാട് സ്ഥാപിച്ച ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഫെബ്രുവരി 25 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. IRIA ക്യാമ്പസിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ, വനിതാ, ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ തനത് വൈദ്യശാസ്ത്രമായ ആയുർവേദത്തെ തെളിവധിഷ്ഠിതമാക്കി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനാണ് IRIA സ്ഥാപിക്കുന്നതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കല്യാട് 300 ഏക്കർ വിസ്തൃതിയിലുള്ള സ്ഥലത്ത് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി. രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ ബൃഹത്തായ സ്ഥാപനത്തിന്റെ ആദ്യഘട്ടം 200 കോടി രൂപ ചെലവഴിച്ചാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 100 കിടക്കകളുള്ള ഗവേഷണ ആശുപത്രിയിലും ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രവും നഴ്സറിയും താളിയോല പഠന കേന്ദ്രവുമാണ് ആദ്യഘട്ടത്തിൽ സജ്ജമാവുന്നത്. ആയുർവേദത്തിന്റെ ശാസ്ത്രീയ മഹത്വവും പ്രായോഗിക പ്രയോജനങ്ങളും ഗവേഷണത്തിലൂടെ ലോക സമൂഹവുമായി പങ്കുവെക്കുന്ന ഈ കേന്ദ്രം നാടിന്റെ അഭിമാനമാണ്. ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ കേരള ലോകത്തിന് നൽകുന്ന മികച്ച സംഭാവന കൂടിയാണ്. താളിയോലകൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത അറിവുകൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കുന്നു. ആയുർവേദ രംഗത്തെ മികച്ച രാജ്യാന്തര ഗവേഷണ കേന്ദ്രമായിരിക്കും ഇത്. ലോകത്തെ പല ആരോഗ്യ സ്ഥാപനങ്ങളും ഗവേഷണവുമായി സഹകരിക്കും. 40-ലധികം ദേശീയ, അന്തർദേശീയ, ഇന്റർനാഷണൽ ഡിസിപ്ലിനറി ഗവേഷണ സ്ഥാപനങ്ങൾ ഇതിനകം തന്നെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്നതിന് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ക്യാൻസർ, എംജിങ് എന്നിവയിലെ ഗവേഷണത്തിനും അനുബന്ധ രോഗി പരിചരണ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻഗണന നൽകും. മലബാർ ക്യാൻസർ സെന്റർ ഗവേഷണവുമായി സഹകരിക്കും. ആയുർവേദ ഗവേഷണത്തിലെ സുപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ട് ആയുർവേദിക് ബയോളജി ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ, ആയുർവേദ മെഡിസിൻ പ്ലാന്റ്സ് ആൻഡ് നാച്ചുറൽ പ്രൊഡക്ട്സ്, ട്രാൻസ്ലേഷൻ ഡ്രഗ്സ് റിസർച്ച്, ക്ലിനിക്കൽ എപ്പിഡെമിയോളജി, ക്ലിനിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് റിസർച്ച്, ഹെൽത്ത് ഹെറിറ്റേജ്, മ്യൂസിയം ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ്, ICT സർവീസസ് എന്നീ വകുപ്പുകൾ IRIA-യിൽ പ്രവർത്തിക്കും. മലയോര ഹൈവേ വലിയ കാര്യമല്ലെന്ന് അധിക്ഷേപിച്ച് VD സതീശൻ. മലയോരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ മലയോര ഹൈവേ അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലയോര ഹൈവേ വലിയ കാര്യമല്ലെന്നും ഏതെങ്കിലും ഒരു റോഡ് കാട്ടി വിലയിരുത്തേണ്ടതില്ലെന്നും സതീശൻ പറഞ്ഞു. മലയോര ഹൈവേ മികച്ചതാണെന്ന ദീർഘദൂര ഓട്ടക്കാരൻ മില്ലിംഗ് സോമന്റെ പരാമർശം മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ സതീശന്റെ പ്രതികരണം. റോഡ് നല്ലതെന്ന് പണം കൊടുത്ത് സെലിബ്രിറ്റിയെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. സർക്കാർ കൊണ്ടുവന്ന സെലിബ്രിറ്റി സർക്കാരിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയൂ എന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പീരുമേട് ദേവുകളും മലയോര ഹൈവേയുടെ ഭാഗമായി കുട്ടിക്കാനച്ചാപ്പത്ത് കട്ടപ്പന പാതയുടെ പൂർത്തീകരണത്തിന്റെ പ്രചരണാർത്ഥമാണ് മില്ലിംഗ് സോമൻ പങ്കെടുത്ത ഹിൽ ഹൈവേ റൺ സംഘടിപ്പിച്ചത്. മലയോര ഹൈവേ യൂറോപ്യൻ രാജ്യങ്ങളിലെ റോഡുകളുടെ നിലവാരത്തിലുള്ളതാണെന്നും അതിനാലാണ് നഗ്നപാതനായി ഓടിയതെന്നും മില്ലിംഗ് സോമൻ പ്രതികരിച്ചു. മലയോര ഹൈവേ മുഴുവൻ പൂർത്തിയാകുമ്പോൾ വീണ്ടും ഓടാനെത്തുമെന്നും മില്ലിംഗ് പറഞ്ഞു. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ കിഫ്ബി വഴി 235 കോടി രൂപ ചെലവഴിച്ചതാണ് ഈ പാത. കോഴിക്കോട് വലിയങ്ങാടിയിൽ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ് 3 തൊഴിലാളികൾ മരിച്ചു. ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച 12:30 തൊഴിലാളികൾ വിശ്രമിക്കുന്ന ഭാഗത്താണ് അപകടം.
വിനോദ് കോയ എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ബീച്ചിലെ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ കെട്ടിട ഭാഗങ്ങളാണ് തകർന്നു വീണത്. 5 പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിരിക്കുന്നു. ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 2 പേരുടെ പരിക്കുകൾ ഗുരുതരമല്ല. അപകടത്തിൽപ്പെട്ടവർ ചുമട്ടുതൊഴിലാളികളാണ്.